Hallelujah, 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 hallelujah. Praise the Lord. Praise the Lord. ശ്രുതിക്കട്ടെ hallelujah. Hallelujah, 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 hallelujah. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. Hallelujah, hallelujah, hallelujah. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. Hallelujah, hallelujah, hallelujah. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. Hallelujah, 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 hallelujah. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. Hallelujah. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആരാധന നമ്മൾ അപ്പ് ചെയ്യുന്നത് അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയിൽ 2 ലക്ഷത്തോളം പേര് ഈ ധ്യാനം ഓൺലൈനിൽ കൂടും. അവർക്ക് കൂടിയുള്ള സന്ദേശമാണ് ഇപ്പോഴ് കൈമാറുന്നത്. ഞാൻ കുറേ ദിവസങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മളിന്ന് പലതരത്തിലുള്ള വിഷമവും ഭാരവും ഒക്കെ അനുഭവിക്കുന്നവരാണ്, പ്രത്യേകിച്ച് കൃപാസനത്തിൽ വരുന്നവർ. മനുഷ്യന്മാർക്കെല്ലാം ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായി, മനസ്സിന് ഭാരവും ശരീരത്തിന് ക്ലേശവും കുടുംബത്തിന് സമാധാനമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആദ്യം നമ്മളെ അന്വേഷിച്ചും കാത്തുവരിക്കുന്ന ഒരാളായിട്ടാണ് കൃപാസനം മാതാവിനെ ഇന്ന് കുറഞ്ഞ പക്ഷം എല്ലാ മലയാളികളെങ്കിലും കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ആൾക്കാരെ കാണുന്ന വ്യക്തികളെല്ലാം പുതിയ ആൾക്കാരാണ്. കുറച്ച് പേര് മാത്രമേ പഴയതുള്ളൂ. അപ്പോൾ അവരുടെ അടിയന്തര ഒരു സാഹചര്യത്തിൽ അവർ അമ്മയെടുത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളാണ്. എന്താ കാര്യം? അവരിവിടം വരെ വണ്ടി കയറി വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ വന്നു, ചിലപ്പോൾ ഉപവാസമായിട്ട് നിൽക്കും, ചിലപ്പോഴും ഒത്തിരി ഞെരുക്കത്തിൽ ചീട്ട് കിട്ടാൻ വരെ എന്ത് പാടാണ്. അങ്ങനെയൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് അടുത്താരെ വരുമ്പോൾ അപ്പോൾ തന്നെ അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സിമ്പിളാണ്. എനിക്ക് നിങ്ങളുടെ തലയിലൊന്ന് കൈവെക്കണ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് എത്രയോ ദിവസം മുമ്പ് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടാണ് ആ ദിവസം ഫ്രീ ആക്കി ഇതിനുവേണ്ടി വരണത്. അല്ലെങ്കിൽ രോഗിനെയും കൊണ്ട് വരുന്നവരാണെങ്കിലും 2 ബൈസ്റ്റാൻഡർ ഉൾപ്പെടെ അതെല്ലാം. പക്ഷേ എൻ്റെ മക്കൾ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് പറ്റുന്ന ചെറിയൊരു അബദ്ധം എന്ന് പറയണത്, നിങ്ങളെ കൊണ്ടുവന്ന ആളിൻ്റെ നിങ്ങളോടുള്ള സ്നേഹവും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ചിലരെങ്കിലും കൊണ്ടുവരുന്നത്. അപ്പം സൗഖ്യത്തിന് താമസം വരും. പേടിയാ. നിങ്ങളിപ്പോൾ ഒരാളെ കൊണ്ടുവന്ന് വിചാരിച്ചോ, ഇപ്പം അയാൾ ചിലപ്പോൾ നിങ്ങളുടെ അപ്പൻ്റെ അനിയനോ അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയോ ആരെങ്കിലും ആയിരിക്കും. അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ അവരെ വെളുപ്പിന് 3 മണിക്കൊക്കെ നാട്ടിൻ പുറത്ത് വണ്ടിയെടുത്ത് അവരെ പിടിച്ചു കയറ്റി കഷ്ടപ്പെട്ട് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മറുപുറമുണ്ട്. എന്താണ്? എൻ്റെ ലൈഫ്, എൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാണ് എങ്കിലും ഞാനിതൊക്കെ ചെയ്യണത് എൻ്റെ ഈ സങ്കടത്തിൻ്റെ കാലത്ത്, എൻ്റെ ഈ കണ്ണീരിൻ്റെ കാലത്ത് ഞാൻ നിൻ്റെ അടുത്താണ് വരണത്. ആരുടെ അടുത്ത്? ഈശോൻ്റെ അടുത്ത്. അതിന് പ്രാധാന്യം കൊടുക്കണം. പേടിയോ? നിങ്ങൾ, അതായത്
ലൈന് ഉള്ള സ്ഥലത്തേക്കല്ല നിങ്ങൾ പ്ലഗ് ചെയ്യണത്. ലൈന് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചില പ്ലഗിലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കയറത്തില്ല. തേക്കാൻ നേരത്ത് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ കറണ്ട് കയറത്തില്ല. അപ്പം നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾക്ക് പുതിയ ആളാണെന്ന് വിചാരിച്ചു, അപ്പോൾ നിങ്ങളവിടെ ഗസ്റ്റാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറയും, എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കറണ്ട് തേപ്പോട്ട് ചൂട് പിടിക്കണില്ല എന്ന് പറയും അത് ആ പ്ലഗിൻ്റെ അകത്ത് ചാർജില്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചാർജുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കുത്താൻ പറയും. അതുപോലെ തന്നെയാണ് ഒരു ജീവിത പ്രശ്നങ്ങൾ. ഇപ്പോൾ ജപ്തി നടപടി, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ പ്രോസസ്സിങ് അല്ലെങ്കിൽ പുതുക്കണില്ല, അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിൽക്കണില്ല, അല്ലെങ്കിൽ കടങ്ങൾ കയറിയിരിക്കുന്നു. അപ്പോൾ ആ വിഷയത്തിനാണ് പ്രാധാന്യമെങ്കിൽ അവിടെ ചാർജില്ല. മനസ്സിലായോ? ആ വിഷയത്തിന് വേണ്ടി ചാർജില്ല. ചാർജുള്ളത് എന്തിനാണ്? വിശ്വാസ പ്രഖ്യാപനത്തിനാണ് ചാർജുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? എനിക്ക് ജപ്തി നടപടിയാണ്, അല്ലെങ്കിൽ എനിക്ക് മക്കളില്ല, അല്ലെങ്കിൽ എൻ്റെ കല്യാണം ഒക്കണില്ല, എൻ്റെ ജോലി വരുന്നില്ല, ദാറ്റ്സ് ഓക്കെ. പക്ഷേ എങ്കിൽ ഞാനതിന് വേണ്ടി നിന്നിലാണ് ആശ്രയിക്കണത്. പ്രത്യേകിച്ച് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ചാർജുള്ളത്. ചില ആൾക്കാർക്ക് ചാർജുള്ള പ്ലഗ് അറിയാൻ പാടില്ലാതെ അവർ കടക്കണമാര് സമാധാനം കിട്ടാനെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമല്ലേ? അവിടെ ചാർജില്ല. അത് പ്രശ്നം നിങ്ങളുടേതാണെങ്കിലും ഞാൻ ഈ പ്രശ്ന സമയത്ത് ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. പിന്നെ നമുക്കുള്ളൊരു മെച്ചമെന്ന് പറയണത്, നമ്മൾക്കുള്ള മെച്ചമെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എൻ്റെ മക്കളെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയ പദ്ധതി അതെല്ലാം എൻ്റെ സഹോദരൻ ചെയ്യുമ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ബുദ്ധിപരം. ഇപ്പം ഈ വിശ്വാസ ജീവിതം എന്ന് പറയണത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ്, വൈകാരികമായിട്ടുള്ള വിഷയമല്ല, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ്. ഇപ്പം ചില പ്രാർത്ഥനാ രൂപങ്ങൾ ഇപ്പോൾ സ്തുതിച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് തലയടിച്ചൊക്കെ വീഴത്തില്ലേ? അതുപോലെ അഭ്യാസങ്ങളെ കൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ ആ വീണ ആൾക്കാർ തന്നെ പിന്നെയും വീണ കാണാം. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ പ്രാർത്ഥന എന്താ പ്രയോജനം? വീണ ആൾക്കാർ തന്നെ പിന്നെയും വീഴുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഒരു തരികിട ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ സത്യസന്ധമായിട്ട് ജീവിതത്തെ കാണണം. സത്യസന്ധമായിട്ട് ജീവിതത്തെ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താണ് നമ്മളൊരു പ്രത്യേക ജീവിത സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിൽ നമ്മളൊക്കെ പ്ലഗ് ചെയ്യണം എവിടെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പിന്ന് കുത്തിവെക്കണത് എൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ എന്നെ രക്ഷപ്പെടുത്തണമെന്നുള്ളപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ആ സങ്കടത്തിൽ നിന്ന് ജോലി ലഭിച്ച് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു വിഷയത്തിലാണെങ്കിൽ അതിന് ചാർജില്ല. നിങ്ങളെവിടെ കുത്തിവെക്കേണ്ട എവിടെയാണ്? കർത്താവേ, എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നീ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വചനത്തിൽ, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. അത് നിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം നിൻ്റെ വാഗ്ദാന പ്രകാരം ഞാൻ എൻ്റെ സങ്കടത്തിൻ്റെ കാലത്ത് നിന്നിൽ ആശ്രയിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമാണ്. എൻ്റെ ദൈവവേദനയിലെ ഓരോ ക്ലേശാരിഷ്ടതകളെല്ലാം ആ ക്ലേശാരിഷ്ടതകളുടെ മാനുഷികമായ വശങ്ങളെ മറന്നിട്ട് അതിൻ്റെ ദൈവികമായ വശങ്ങളെ ബൂസ്റ്റ് ചെയ്യണം. അതെന്താണ്? അതിൻ്റെ വിശ്വാസവശമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ ഓരോ പീഡാനുഭവങ്ങളെയും ആ സമയങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരവസരമായി കരുതിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയാൻ ക്ലേശങ്ങളിലൂടെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവവിളിയായി കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലേശങ്ങളെ പ്രതി, രോഗങ്ങളെ പ്രതി, ഭാരങ്ങളെ പ്രതി മുഴങ്ങുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷീന തമ്പി. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മെയ് 17 ആദ്യമായി ഉടമ്പടി എടുത്തത്.
അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം പുതുക്കി. അത് കഴിഞ്ഞ് കോവിഡ് ടൈം ആയതുകൊണ്ട് പിന്നെ 2022 മാർച്ചിലാണ് വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയത്. ഇപ്പോൾ ഞാൻ 14ാമത്തെ ഉടമ്പടി പുതുക്കിലാണ് നിൽക്കുന്നത്. 35 വർഷമായ മൈഗ്രെയിൻ തലവേദന ഇയർ ബാലൻസിൻ്റെ ഇവിടെ വന്നിട്ട് മാതാവ് എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്നു. ഇപ്പോൾ 6 വർഷമായി എനിക്ക് തലവേദനയൊന്നും ഇയർ ബാലൻസ് ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. എനിക്കിപ്പം ആത്മീയമായി ഒത്തിരി ഭൗതിക ആവശ്യങ്ങളെക്കാട്ടിൽ കൂടുതൽ ആത്മീയമായിട്ടാണ് എനിക്ക് കൂടുതൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. മകൾക്ക് കുറേ നാളെ വിദേശത്ത് പോകാനുള്ള തടസ്സം ഉണ്ടായിരുന്നു. അതിപ്പോൾ മകളുടെ കയ്യിലോട്ട് കൊടുക്കാം. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഷെറിൻ തമ്പി. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ്. ഞാൻ 2024 വിദേശത്തേക്ക് പോകാനായിട്ട് OET എക്സാം എഴുതാനായി തീരുമാനിച്ചിരുന്നു. അന്ന് എൻ്റെ മമ്മി ഉടമ്പടിയിലായിരുന്നു. ഞാനന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല. മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നീ പോവുക, നിൻ്റെ എക്സാം എല്ലാം നല്ല രീതിയിൽ നടക്കും. പക്ഷേ എനിക്ക് കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ OET എക്സാമാണ്. എനിക്ക് 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ ഞാൻ വളരെയധികം ബിസി ആയിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് പ്രിപ്പറേഷനൊന്നും കാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഞാൻ OET എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ എന്നെ വിളിക്കാൻ വന്ന എൻ്റെ ഭർത്താവ് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ എഴുതിയെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഞാനിതിൽ പാസ്സാകുകയാണെങ്കിൽ അത് കൃപാസന മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമായിരിക്കും എന്ന് ഞാൻ അവിടെ വെച്ച് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അതിനുശേഷം റിസൾട്ട് വരുന്ന ദിവസമായി. പക്ഷേ അന്ന് റിസൾട്ട് വരുമെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാൻ ശരിക്കും UK പോകാനുള്ള പ്ലാനോടെയാണ് നിന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, UK പോകുമ്പം നമുക്ക് 3 മൊഡ്യൂളിന് B സ്കോറും 1 മൊഡ്യൂളിന് C+ മതി. പക്ഷേ റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് മാതാവ് തന്നത് എല്ലാ മൊഡ്യൂളിനും B സ്കോറോട് കൂടിയാണ് എനിക്ക് മാതാവ് എന്നെ പാസ്സാക്കിച്ചത്. അത് എൻ്റെ ലൈഫിലെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ പാതി വഴിയിൽ അതെനിക്ക് പല കാരണങ്ങളാൽ എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഈ സാഹചര്യത്തിലാണ് UK നമുക്ക് ഇൻ്റർവ്യൂസ് ഇല്ലാതാവുന്നതും റിക്രൂട്ട്മെൻറ്റ് കുറയുന്നതും അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പലയിടത്തും ആപ്ലിക്കേഷൻ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് 2 ഓപ്ഷൻ ചൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞു. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് UK നമ്മുടെ സ്വന്തം ചിലവിൽ പോയി OSCE എക്സാം എഴുതാം. രണ്ടാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ മാൾട്ടയ്ക്ക് പോകാം, അതേ ചിലവ് തന്നെയാണ്. അപ്പോൾ എന്ത് വേണമെന്ന് ഞാൻ ആകെ കൺഫ്യൂഷനിലായിരിക്കുന്ന സമയത്ത് ഞാൻ OSCE എക്സാം എഴുതാൻ തീരുമാനിച്ചു. UK പോയി സ്വന്തമായി ചിലവെടുത്ത് OSCE എക്സാം എഴുതാൻ തീരുമാനിച്ചു. OSCE എക്സാം എന്ന് പറഞ്ഞാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാനുള്ള ഒരു എക്സാമിനേഷനാണ്. അത് എക്സാം ഞാൻ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ UK അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് അവർ OSCE എക്സാം ഞാൻ എഴുതാൻ റെഡിയാണെന്ന് പറഞ്ഞു. അവരുടെ കോച്ചിങ് എടുക്കാനും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരിയിൽ 2 ദിവസത്തെ കോച്ചിങ്ങിനായിട്ട് ഞാൻ കൊച്ചിയിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവരുടെ കോച്ചിങ്ങൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനേഴ്സ്, അതായത് ടീച്ചേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ നടത്താറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് ടീച്ചിങ്ങിനോട് താല്പര്യമുള്ള ഒരാളുമായിരുന്നു. അപ്പോൾ അവരന്ന് പറഞ്ഞു, ഇല്ല, ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല, ഞങ്ങൾ നേരത്തെ എടുക്കുന്നുണ്ടായിരുന്നു എന്നവർ പറഞ്ഞു. ശരി, ഞാനത് അവിടെ കൊണ്ട് വിട്ടു. ഏപ്രിൽ 2-ാം തീയതി ഞാൻ എൻ്റെ വിസിറ്റിംഗ് വിസയിലാണ് പോയി OSCE എഴുതാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി ഞാൻ വിസയ്ക്കായിട്ട് വെച്ചു. എൻ്റെ ബയോമെട്രിക് കഴിഞ്ഞു. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് മുമ്പേ പോയ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ചേച്ചി OSCE എക്സാം എഴുതിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ നമുക്ക് ജോലി കിട്ടാൻ വളരെ പാടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ എന്ത് ചെയ്യണം? കാരണം OSCE എക്സാം എഴുതിയിട്ടും നമുക്ക് ജോലി കിട്ടുന്നില്ല, ഞാൻ ഓൾറെഡി പൈസ പേ ചെയ്തു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ആരോ വന്ന് പറയുകയാണ്, നീ ഉടമ്പടി എടുക്ക്, എല്ലാം ശരിയാകും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, മമ്മി എനിക്ക് ഉടമ്പടി എടുക്കണം. അപ്പം ഞാനും മമ്മിയും പിറ്റേ ദിവസം വന്നിവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞു, അമ്മേ, ഈ പോകുന്ന OSCE എക്സാം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിൽ ഈ വെച്ചിരിക്കുന്ന വിസിറ്റിംഗ് വിസ നീ എനിക്ക് റിജക്റ്റ് ആക്കി തരണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഈ പടി കടന്നില്ല, അതിന് മുമ്പ് എനിക്ക് കോള് വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 16-ാം തീയതി 2025 അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് കോള് വരികയാണ്, നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട്. പക്ഷേ പാസ്പോർട്ടിൽ എന്താണെന്ന് അറിയില്ല, പാസ്പോർട്ട് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ വിസ സക്സസ് ആണോ അതോ റിജക്റ്റ് ആണോ എന്നുള്ള കാര്യം. ഞാൻ ഏപ്രിൽ 18-ാം തീയതി കൊറിയർ ഓഫീസിൽ ചെന്ന് എൻ്റെ പാസ്പോർട്ട് കളക്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് വിസ അടിച്ചാണ് വന്നിരിക്കുന്നത്. 6 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ ആണ്
എനിക്ക് അടിച്ചാണ് വന്നിരിക്കുന്നത്. വിസിറ്റിംഗ് വിസയിൽ ഞാൻ ജൂൺ 2 ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങിച്ചിട്ടാണ് പോയത് എക്സാം എഴുതാനായിട്ട്. ജൂൺ 2 ഞാൻ ഇവിടെ നിന്നും UK പോയി. പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, അമ്മേ ജൂലൈ 2 മുമ്പായിട്ട് എനിക്കൊരു ജോലി നീ റെഡിയാക്കി തരണം. 6 മാസത്തെ വിസിറ്റിംഗ് വിസയാണ്. അവിടെ പോയി 1 മാസത്തോളം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എൻ്റെ കസിൻസിനൂടെ താമസിക്കും. പക്ഷേ എത്ര നാൾ അവരോടൊപ്പം താമസിക്കേണ്ടി വരും? എനിക്ക് ജൂലൈ 2 മുമ്പ് എനിക്ക് നീ കറക്റ്റ് 1 മാസത്തിന് ശേഷം ജൂലൈ 2 മുമ്പ് എനിക്ക് നീ ഒരു ജോലി എങ്ങനെയും റെഡിയാക്കി തരണം. ഞാൻ അമ്മയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓസ്കി എക്സാം ജൂൺ 9 ജൂൺ 8 ഞങ്ങളുടെ നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രൊസീജിയറിൽ ഏറ്റവും ടഫായിട്ടുള്ള 2 പ്രൊസീജിയറുണ്ട്. ഞാനത് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഈ പ്രൊസീജിയർ 2 എനിക്ക് വരരുത്, ഇത് വന്നാൽ ഞാൻ പാസ്സാവില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ജൂൺ 9 അമ്മ മാതാവിനോട് ഞാൻ എന്ത് വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചോ അതേ 2 പ്രൊസീജിയറാണ് അമ്മ എനിക്ക് തന്നത്. എന്നിട്ട് ജൂൺ 11 ഞാനൊന്നും ഒത്തിരി വിഷമിച്ചു. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, പ്രൊസീജിയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ അല്ലാതെ മറ്റാർക്കും എന്നെ ഇതിൽ പാസ്സാക്കിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ജൂൺ 11 എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഓസ്കി ഫസ്റ്റ് അറ്റംപ്റ്റോടെയാണ് ഞാൻ ക്ലിയർ ആയത്. അതുപോലെ തന്നെയായിരുന്നു OET, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റോടെയാണ് ക്ലിയർ. ഓസ്കി ഫസ്റ്റ് അറ്റംപ്റ്റോടെ ക്ലിയർ. അന്ന് മാതാവ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയാണ് അത്രയും ടഫായിട്ടുള്ളത്. ഞാൻ വരരുതെന്ന് ആഗ്രഹിച്ച ഞാൻ അമ്മയോട് പറഞ്ഞു അത് വന്നാൽ ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞ ആ പ്രൊസീജിയർ അമ്മ തന്നെ എനിക്ക് തന്നതെന്ന് ഞാൻ അന്ന് വിശ്വസിച്ചു. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ജൂലൈ 2 മുമ്പ് എനിക്ക് ജോലി തരണമെന്ന്. ജൂൺ 24 ഈ പറഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ അപ്രോച്ച് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകാരോട് ഞാൻ അന്ന് ചോദിച്ചതാണ്, ജോലി എന്തെങ്കിലും ടീച്ചിങ് വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ജൂൺ 24 എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ജോയിൻ ചെയ്യുന്നോ? ഞങ്ങൾ നിനക്ക് ബാൻഡ് 5 ഈക്വലൻ്റ് ആയിട്ടുള്ള സാലറിയോടുകൂടി നിനക്ക് ഞങ്ങൾ ജോലി തരാം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞു. ജൂലൈ 2 ഞാൻ തിരിച്ച് UK ഇന്ത്യയിൽ വന്നു. ജൂലൈ 2 എന്നുള്ള ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ജോലി തരണമെന്ന്. ജൂലൈ 2 ഞാൻ തിരിച്ചെത്തി. വിസയ്ക്കായിട്ട് വെച്ചു. ജൂലൈ 10 ആയിരുന്നു എൻ്റെ വിസ ഡേറ്റ്. ബയോമെട്രിക് കഴിഞ്ഞതിന് ശേഷം ജൂലൈ 16 അതായത് എൻ്റെ ഉടമ്പടി തീരുന്ന ആ ദിവസം എനിക്ക് മെയിൽ വരികയാണ്, നിൻ്റെ വിസ റിജക്റ്റായി, നിൻ്റെ സ്കിൽഡ് വർക്കർ വിസ റിജക്റ്റായി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആകെ വിഷമിച്ചു. എനിക്ക് മാത്രമല്ല, ഞങ്ങളോടൊപ്പമുള്ള 5 കുട്ടികളിൽ 4 പേർക്കും വിസ റിജക്റ്റായി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. ഞങ്ങൾ ആകെ വിഷമിച്ചു, എന്ത് ചെയ്യും? കാരണം ഒന്നാമത് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്, അതിൻ്റെ കൂടെ ഇനിയും അവർ സ്പോൺസർഷിപ്പ് തരണമെങ്കിൽ സ്പോൺസറിന് കുറേ പൈസ ചിലവാണ്. അവർ സ്പോൺസർഷിപ്പ് എടുക്കുമോ എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആകെ വിഷമിച്ചു. ജൂലൈ 17 ഞാൻ വീണ്ടും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി മാതാവിനോട് ശക്തമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ മാതാവേ, ആ സ്പോൺസർ ഞങ്ങളോട് കനിവുണ്ടാകണമേ, ഞങ്ങളുടെ വിസ അവർ വീണ്ടും വെക്കാൻ അവർ റെഡിയാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ കരുണ കൊണ്ട് അവർ വീണ്ടും ഞങ്ങളുടെ വിസ വെച്ചു. വീണ്ടും വിസ വെച്ചപ്പോൾ ആകെ ഒരു പ്രശ്നം എനിക്ക് വീണ്ടും വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ 5 പേരിൽ ഞാനാണ് ഏറ്റവും അവസാനം പോയി ഓസ്കി എക്സാം എഴുതിയത്. അതായത് ജൂൺ എക്സാം എഴുതി. എനിക്ക് മുമ്പുള്ള ആൾക്കാരൊക്കെ എക്സാം എഴുതി രജിസ്റ്റേർഡ് നഴ്സിൻ്റെ പിൻ നമ്പർ റിസീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എനിക്ക് മാത്രമുള്ളൂ കിട്ടാതിരുന്നത്. എനിക്ക് പിൻ നമ്പർ കിട്ടണമെങ്കിൽ മഹാരാഷ്ട്ര നഴ്സിംഗ് കൗൺസിലിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് UK നഴ്സിംഗ് കൗൺസിലിലേക്ക് പോകണമായിരുന്നു. ഞാനത് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി. കാരണം ഞാൻ മഹാരാഷ്ട്രയിലാണ് നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. റിക്വസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി, കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് 1 മാസത്തിൽ കൂടുതൽ എത്തിയെങ്കിലും അത് തക്ക സമയത്ത് തന്നെ മാതാവ് അത് അവരുടെ കൈകളിലെത്തിച്ചു. ഈ വന്ന ഓഗസ്റ്റ് 18 ഞാൻ എൻ്റെ വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്തു. ബയോമെട്രിക് കഴിഞ്ഞ് ഞാൻ വിസയ്ക്കായി കാത്തിരിക്കുകയാണ്. കാരണം അതിന് മുമ്പുള്ള ഒരാഴ്ച എൻ്റെ ഈ പറഞ്ഞ ബാക്കി 3 സുഹൃത്തുക്കൾക്കും അവരുടെ വിസ വന്നു, എല്ലാം റെഡിയായി. 18 ഞാൻ ബയോമെട്രിക് കഴിച്ച് 4 ദിവസത്തിന് ശേഷം എനിക്ക് വീണ്ടും മെയിൽ വരികയാണ്, നീ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ പോകാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട്. ബാക്കി എല്ലാവർക്കും വന്നു, 4 പേർക്കും വന്നു. എനിക്ക് മാത്രം വിസ വീണ്ടും റിജക്ഷനാണ്. നീ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ പോകാൻ എലിജിബിൾ അല്ല, നീ നിൻ്റെ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യുക 10 ദിവസത്തിനുള്ളിൽ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നീയായിട്ട് എനിക്ക് തന്ന ജോലിയാണിത്, ഇത് പിന്നെയും ഇങ്ങനെ റിജക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല, എൻ്റെ ജോലിയിൽ എന്താണ് തടസ്സമെങ്കിലും നീ എനിക്കത് മാറ്റിത്തരണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ സ്പോൺസറിനെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവരന്ന് തന്നെ ഒരു മെയിൽ UK ഇമിഗ്രേഷനിലേക്ക് അവരയക്കുകയും ചെയ്തു. പക്ഷേ അതിനുള്ളൊരു റെസ്പോണ്ട് ഒരാഴ്ച ഞങ്ങൾ കാത്തിരുന്നിട്ട് അതിനുള്ള റെസ്പോണ്ട് വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഈ സെപ്റ്റംബർ 10
ഈ സെപ്റ്റംബർ 10 എൻ്റെ സ്പോൺസർ എന്നോട് പറയുകയാണ്, ഷെറിൻ, ഞങ്ങൾ നിൻ്റെ വിസ വീണ്ടും വെക്കാൻ ശ്രമിക്കാം, വിസ വീണ്ടും വെക്കാൻ ട്രൈ ചെയ്യുകയാണ്. പക്ഷേ അവർ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ പോകാൻ അവർ നിന്നെ അനുവദിച്ചില്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിൽ ഞങ്ങൾക്ക് വിസ വെക്കേണ്ടി വരും. പക്ഷേ അതിനുള്ള എക്സ്പെൻസ് നീ എടുക്കേണ്ടി വരും. അത് ഏകദേശം 4 ലക്ഷത്തോളം രൂപയാകും. ഞാൻ ഓൾറെഡി സ്വന്തം എക്സ്പെൻസിലാണ് ഓസ്കി എക്സാം എഴുതാൻ പോയത്. പക്ഷേ ഇനിയും ഒരു 4 ലക്ഷം കൂടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നോർത്ത് ഞാൻ ഏറെ വിഷമിച്ചു. ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, അവർ ആ മെയിലിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് റിപ്ലൈ തരണേ. ഞാൻ അമ്മയോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് എൻ്റെ വിസ റിജക്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് പറയാനുള്ള കാരണമെങ്കിലും എനിക്കൊന്ന് അറിയാൻ സാധിക്കണം എന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു. രാത്രിയിൽ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. വെളുപ്പിനെ 5 മണിക്ക് എണ്ണീറ്റ് അമ്മയോട് സെയിം കാര്യം തന്നെ വീണ്ടും ഞാൻ ചോദിച്ചു, അമ്മേ, അവരൊരു റിപ്ലൈ ഇതുവരെ ആയിട്ടും തന്നിട്ടില്ല, എന്നോടൊന്ന് കരുണ കാണിക്കണം, എന്തുകൊണ്ടാണ് അവരെൻ്റെ വിസ റിജക്റ്റ് ആക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ നീ ഒരു മെയിലെങ്കിലും അവരതിനൊരു റിപ്ലൈ എങ്കിലും അയക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 10 രാത്രിയിലും സെപ്റ്റംബർ 11 വെളുപ്പിനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 7:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പം എൻ്റെ റിജക്റ്റ് ആയിപ്പോയ വിസ സക്സസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് മെയിൽ വന്നിരിക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല. അവിടെ അങ്ങനെ നടക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. റിജക്റ്റ് ആയ വിസ അവർ വീണ്ടും എടുത്ത് പരിശോധിച്ച് എനിക്കത് സക്സസ് ആക്കിയാണ് തന്നിരിക്കുന്നത്. ഈ സെപ്റ്റംബർ 11 ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് അമ്മയുടെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇത് അമ്മ മാതാവിൻ്റെ അത്ഭുതം മാത്രമാണ്, അല്ലാതെ ഒരു മനുഷ്യനാൽ സാധ്യമായ ഒരു കാര്യമല്ലിത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിസ വെച്ച സമയത്ത് തന്നെ അവർ ഓൾറെഡി സെപ്റ്റംബർ 14 ഞങ്ങൾക്ക് 5 പേർക്കും പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടിരുന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ ഈ വിസ റിജക്ഷനും വിസ വിഡ്രോവൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല ഷെറിൻ, നിനക്ക് 14 തന്നെ കയറി പോകാം അവരോടൊപ്പം. ഞാൻ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് എൻ്റെ സക്സസ് ആയ വിസയും എൻ്റെ ടിക്കറ്റും കൊണ്ടാണ്. ഞാൻ നാളെ വെളുപ്പിനെ 7:50 ഫ്ലൈറ്റിന് ഇവിടുന്ന് UK പോവുകയാണ്, സ്കിൽഡ് വർക്കർ വിസയായിട്ട് വിത്ത് 3 ഇയർ സ്പോൺസർഷിപ്പ്. എനിക്കിതിൽ അമ്മയുടെ അത്ഭുതമല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അമ്മയല്ലാതെ മറ്റാരും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ അമ്മയോട് പറയുന്നൊരു കാര്യം, അമ്മേ, മറ്റൊരു ദേശത്തേക്കാണ് ഞാൻ പോകുന്നത്, എനിക്ക് അവിടെ എന്താണോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല, നീ എൻ്റെ കൂടെ എവിടാണെങ്കിലും നീ വരണം, എന്നോടൊപ്പം ഉണ്ടാകണം. അമ്മ എന്നെ ഏൽപ്പിച്ച ജോലി അത് കൃത്യമായിട്ട് പാലിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണം. അത് മാത്രമേ എനിക്കിപ്പോൾ അമ്മയോട് പറയാൻ പറ്റുള്ളൂ. കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആളുകളെ പൈസയും കൊണ്ട് ഞാൻ സഹായിക്കാറുണ്ട്. ഞാനും എൻ്റെ മമ്മിയും പല ആൾക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. എല്ലാ മാസവും വന്ന് ഞങ്ങൾ ഇവിടെ ആൾക്കാർക്ക് വിതരണം ചെയ്യാറുണ്ട്. വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മ മാതാവേ, ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിക്കണം, അവർക്ക് ഈ പത്രവും കൊണ്ട് നിന്നെ അറിയാൻ സാധിക്കണം, അവരിവിടെ വരണം, അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇതുകൊണ്ട് സാധിക്കണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുന്നത്. ഞാൻ പിന്നെ OET ശരിക്കും പറഞ്ഞാൽ OET ഫസ്റ്റ് അറ്റംപ്റ്റോടെ പാസ്സായതിന് ശേഷമാണ് ശരിക്കും OET എന്താണ് തന്നെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അതിനുശേഷം ടെമ്പററി ആയിട്ട് എനിക്കൊരു പാർട്ട് ടൈമായിട്ട് OET കോച്ചിങ് സെൻറ്ററിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയെങ്കിലും പല സ്റ്റുഡൻസിനെ ഞാൻ ഫ്രീ ആയിട്ട് OET പഠിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതിനൊക്കെ അവസരം തന്ന അമ്മ മാതാവിനോടും തിരുക്കുമാരോടും ഇന്ന് നിമിഷം ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഉടമ്പടി എടുത്തിട്ടുള്ള മാറ്റം ജീവിതത്തിൽ ഞാൻ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ആക്ച്വലി എന്ത് കിട്ടിയാലും ആദ്യം പെട്ടെന്ന് ദേഷ്യപ്പെടും, എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് ആരെയും പരിഗണിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ക്ഷമ എന്താണെന്നും വിശ്വാസം എന്താണെന്നും ദൈവത്തോടുള്ള വിശ്വാസം എന്താണെന്നും പ്രാർത്ഥന എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയത് ഉടമ്പടിക്ക് ശേഷമാണ്. ക്രിസ്ത്യാനിയായിട്ട് 35 വർഷം ജീവിച്ചിട്ടും ശരിക്കും ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ശരിക്കും ജൂലൈ മുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യുക ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ ഓരോ തവണ അത് നടക്കാതെ വരുമ്പോഴും ഞാൻ അമ്മയോട് പറയും, അമ്മേ, നീ എനിക്ക് ഇന്നും സാക്ഷ്യം പറയാനുള്ള അവസരം തന്നില്ല. പക്ഷേ ഈ അവസാന നിമിഷം അമ്മ എനിക്ക് ഇങ്ങനെ അത്ഭുതത്തോടെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആളുകളോട് പറഞ്ഞു, ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വിസ വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റണം, ഇതെനിക്ക് അമ്മ തന്ന വിസയാണ്, അമ്മ തന്ന ജോലിയിലാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത്. വെറും 5 മാസത്തിനുള്ളിലാണ് അമ്മ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എനിക്കൊരു വഴി അമ്മ എനിക്കൊരുക്കി തന്നത്. അതിന് അമ്മയോടും തിരുക്കുമാരോടും കോടാനുകോടി നന്ദി ഞാൻ അറിയിക്കുന്നു. ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും ഒത്തിരി നന്ദിയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജയനറ്റ്. ഞാൻ കട്ടപ്പന വെള്ളയാങ്കുടി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാൻ കാരണം ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നപ്പോഴാണ്. ഞങ്ങൾ ചെറിയ തോതിൽ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെയായി ജീവിക്കുകയായിരുന്നു.
അങ്ങനെയിരിക്കെ 6-7 വർഷം മുൻപ് ടെർമിനേറ്റ് ചെയ്ത കട്ടപ്പന നഗരസഭയിലെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പ് നടന്നു. 2025 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് നറുക്കെടുപ്പ് നടന്നത്. ഞാനും അപേക്ഷിച്ചിരുന്നു. നറുക്ക് എനിക്കാണ് വീണത്. ഈ 6-7 വർഷമായി ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസിൻ്റെ വിതരണാവകാശം ഏൽപ്പിച്ചിരുന്ന സമീപ ഏജൻസികൾ പലവിധ കേസുകൾ ഹൈക്കോടതിയിൽ കൊടുത്തു. നറുക്കെടുപ്പിനെതിരെയാണ് കൊടുത്തത്. ഷഫ്ലിംഗ് ശരിയായില്ല, കൃത്രിമം നടന്നു, ബാഹ്യ ഇടപെടലുണ്ടായി, അങ്ങനെ ഒത്തിരി കാരണങ്ങളാണ് അവർ നിരത്തിയത്. ഒരു രീതിയിലും ബാഹ്യ ഇടപെടലുകളൊന്നും ഉണ്ടാവുകയില്ല. കാരണം ഇത് കളക്ടറുടെ നേതൃത്വത്തിൽ അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തുന്ന ഒരു നറുക്കെടുപ്പാണ്. ഒരു കാരണവശാലും നമുക്കിതിൽ കൃത്രിമം കാണിക്കാനോ പുറത്തുനിന്ന് കൈ കടത്താനോ ഒന്നും സാധിക്കില്ല. എങ്കിലും അവർ കേസുമായി മുൻപോട്ട് പോയി. ഇതിനോടകം നഗരസഭയിൽ നിന്നും IOCയിൽ നിന്നൊക്കെ നമുക്ക് ബിൽഡിംഗ് പെർമിഷൻ ലഭിക്കാൻ നമ്മൾ പണികളൊക്കെ ആരംഭിച്ചു. നറുക്കെടുപ്പ് നടന്ന് 1.25 വർഷമായിട്ടും കേസുകളുടെ കാര്യത്തിൽ യാതൊരു തീർപ്പും ഉണ്ടായില്ല. ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ പറഞ്ഞു, ചേച്ചി നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാം. അമ്മ മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ വന്ന് കൃപാസനത്തിൽ വന്ന് 2023 ഒക്ടോബർ മാസം 1-ാം തീയതി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കഴുത്തിൽ ജപമാലയിൽ കൊരുത്ത് കൃപാസന മാതാവിനെ എപ്പോഴും ധരിച്ചിരുന്നു, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് IOCയുടെയും നറുക്കെടുത്ത കമ്പനിയുടെയും ഒക്കെ വക്കീലുകൾ ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി ഹാജരാകുകയും ഇതിലൊരു കൃത്രിമവും നടന്നില്ല എന്ന് വാദിക്കുകയും ഹൈക്കോടതി അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത് 80 ദിവസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ കേസുകൾ തള്ളിപ്പോവുകയും നമുക്ക് അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്തു. ഇതിനോടകം നറുക്കെടുപ്പ് നടന്ന ദിവസത്തെ CD കാണാതെയായി. CD കാണാതാവുക എന്ന് വെച്ചാൽ IOCയുടെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ CD കൊണ്ടുപോയി വെച്ച സ്ഥലം വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നാണ്. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിൽ യാതൊരു കൃത്രിമവും നടന്നില്ല എന്ന് നമുക്ക് തെളിയിക്കാനുള്ള ഏക തെളിവാണ് ഈ CD. അപ്പോഴും ഒക്കെ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വലിയ ദൈവാനുഗ്രഹത്താൽ CD കണ്ടെത്തുകയും സമയത്ത് തന്നെ നമുക്ക് കോടതിയിൽ ഹാജരാക്കാനും സാധിച്ചു. കാരണം സമയത്ത് കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ വീണ്ടും ഇത് അവധിക്ക് വെക്കുകയും നമുക്കിത് സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ പിന്നെയും കാലതാമസം വരികയും ചെയ്യും. അങ്ങനെ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ തന്നെ 2023 ഡിസംബർ മാസം 20-ാം തീയതി ബില്ലടിച്ച് ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. അടുത്തത് മകളുടെ വിവാഹമാണ്. ഗ്യാസ് ഏജൻസിയുടെ നടത്തിപ്പ് ഇത്രയും നീണ്ടുപോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. മകളുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. ഏതാണ്ട് ഈ ഏജൻസി തുറന്ന് പ്രവർത്തിച്ചതിനോട് അടുത്ത സമയത്തായിരുന്നു വിവാഹം. എങ്കിലും പ്രതിസന്ധികളൊന്നും കൂടാതെ ഭംഗിയായി തന്നെ മകളുടെ വിവാഹം നടത്തുവാൻ സാധിച്ചു. കൂടാതെ മകൾക്ക് നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചു, പഠനവും ആരംഭിച്ചു. മക്കളുടെ പരീക്ഷാ മേഖലയും ജോലി മേഖലയും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അതിനും ഒത്തിരി നന്ദി പറയുന്നു. അടുത്തത് സ്ഥലം വിൽപ്പനയാണ്. വിൽക്കുന്നതിനായിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിരുന്നു. ഒത്തിരി തടസ്സങ്ങളായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്. കാര്യം സ്ഥലമൊക്കെ നല്ലതായിരുന്നു, എങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലം അത് മുടങ്ങിപ്പോകുമായിരുന്നു. 1 വർഷത്തോളമായിട്ട് വിൽപ്പന നടക്കാതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ നിന്ന് ലഭിച്ച വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളായ ഉപ്പും മണ്ണും ഒക്കെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം വിൽക്കുവാൻ നമുക്ക് സാധിച്ചു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് കൃപാസനത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപാസനം പത്രം ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും കൊടുത്തു തീർക്കാറുണ്ട്. ഞാൻ ഈ പത്രം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ പത്രവും ഒന്നിച്ചെടുത്ത് വെച്ച് വിശ്വാസപ്രമാണവും എത്രയും ദൈവമാതാവും ഒക്കെ ചൊല്ലും. എന്നിട്ട് ഈ പത്രം വാങ്ങുന്നതും വായിക്കുന്നതുമായ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. കൂടാതെ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും വാട്സപ്പ് സ്റ്റാറ്റസായി ഷെയർ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവർത്തികളായി ചെയ്യുന്നത് രോഗികളെ സന്ദർശിക്കാറുണ്ട്. കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്യാറുണ്ട്. കൂടാതെ ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കുന്ന ആകാശപ്പറവൾ എന്നൊരു സ്ഥാപനം കട്ടപ്പന നഗരസഭയിൽ നമ്മുടെ അടുത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇടയ്ക്കൊക്കെ പോവുകയും സാമ്പത്തിക സഹായം കഴിയുന്നതുപോലെ ചെയ്യുകയും ചെയ്യാറുണ്ട്. വ്യക്തിപരമായിട്ട് ആത്മീയമായും ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുന്നുണ്ട്. കൂടാതെ സാധിക്കുന്നിടത്തോളം 15 ദിവസം കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാറുണ്ട്. ഇനി എന്തെങ്കിലും വീഴ്ചകൾ വന്നാലും ഏറിയ പങ്കും 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.